Good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു റെസിപ്പിയല്ല 3 റെസിപ്പികളാണ്. 3 റെസിപ്പികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന റെസിപ്പികളൊക്കെ തന്നെയായിരിക്കും. ഞാൻ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളും അതുപോലെ തന്നെ കുറച്ച് ജോലികൾ എളുപ്പം തീർക്കാൻ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംസാരത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കറികളൊക്കെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കറിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയാലോ. ഞാനിപ്പോൾ കുറച്ച് വേളൂര്, ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കറിക്ക് എടുത്തിട്ടുള്ളത് 2 തക്കാളി, 1 സവോള. ഇത് നമ്മുടെ തക്കാളി കറിക്കാണ്. അതിലേക്ക് 2 പച്ചമുളകും കൂടി വേണം. പിന്നെ എടുത്തിരിക്കുന്ന ഒരു ബീട്രൂട്ടാണ്. ബീട്രൂട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് അതിലേക്കും 1 പച്ചമുളക് വേണം. പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവിയതാണ്. ഈ തേങ്ങ മുഴുവൻ വേണ്ട കേട്ടോ. ഇത് പുട്ടിനും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിക്കറിക്കും ഒക്കെ ആവശ്യമായ തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ രാവിലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. രാവിലെ പുട്ടുണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ തക്കാളിക്കറി ഉണ്ടാക്കുന്നുണ്ട്, ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്, ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടിയുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബീട്രൂട്ട് കട്ട് ചെയ്ത് വേവിക്കാൻ വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം കട്ട് ചെയ്ത് വേവിക്കാൻ വയ്ക്കാം. മെയിൻ ഓൾറെഡി തലേ ദിവസം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ പുരട്ടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉപ്പ് ഒരുവൊക്കെ പിടിച്ചു വന്നോളും. അപ്പോൾ മീൻ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുട്ടുണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ഞാൻ കറികളുടെ റെസിപ്പി മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത്. പുട്ടുപൊടി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നനച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാക്കിയിട്ട് ഇത് നമ്മുടെ ജോലികളെല്ലാം ഒരുമിച്ച് ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കുക. പ്രിപ്പറേഷനാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ജോലികൾ എളുപ്പം കഴിയും. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കുക്കിംഗ് കഴിയും. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളി ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. സവോള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തു. പിന്നെ ബീട്രൂട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തു എന്ന് വെച്ചാൽ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ചോപ്പല്ല കേട്ടോ, ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ ചെയ്യാണ് ബീട്രൂട്ട് മെഴുക്കുവരട്ടിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമുക്ക് ബീട്രൂട്ട് വേവിക്കാം, പുറകെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ ആണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ബീട്രൂട്ട് വേവിക്കാനാണ് കേട്ടോ. ഞാൻ ബീട്രൂട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടാണ് മെഴുക്കുവരട്ടി ആക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മെഴുക്കുവരട്ടി ആക്കാറില്ലെങ്കിൽ ഇതുപോലെ ആക്കി നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മെഴുക്കുവരട്ടി ആക്കൂ. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ബീട്രൂട്ടിന് മധുരമാണല്ലോ, അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയുടെ ആ ഒരു മധുരം കുറഞ്ഞ് കിട്ടും. ഞാൻ ഇതുപോലെ പച്ചമുളക് കട്ട് ചെയ്തിട്ടാണ് ചേർക്കാറുള്ളത്. പിന്നെ ഒരു 4-5 ഇതിൽ കറിവേപ്പില, ബീട്രൂട്ടിന് ആവശ്യമായ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കാം. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം മതി. ബീട്രൂട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഈ പച്ചമുളക് ചേർത്ത് വേവിക്കുമ്പോൾ ബീട്രൂട്ടിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ആ മധുരം എന്നുള്ള പ്രശ്നം, പലരും ബീട്രൂട്ട് മെഴുക്കുവരട്ടി കഴിക്കാത്തത് മധുരം എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ആ മധുരം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറി കിട്ടുകയും ചെയ്യും പച്ചമുളക് ചേർത്ത് വേവിക്കുമ്പോൾ. ഇത്രയും വെള്ളം മതി നമുക്ക് ബീട്രൂട്ട് വെന്ത് കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ ബീട്രൂട്ട് വേവട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളിക്കറിയുടെ പരിപാടി നോക്കാം. ബീട്രൂട്ട് വേവുന്ന സമയത്ത് നമ്മുടെ തക്കാളിക്കറി റെഡിയായി വരും. ഞാനിപ്പോൾ അടുത്ത മൺചട്ടി വയ്ക്കുകയാണ്. ഈ ഒരു കലത്തിലാണ് കേട്ടോ ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മൺകലത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, അതുപോലെ തന്നെ നമ്മുടെ സവോള, ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പച്ചമുളക്. ഈ ഒരു കറിയിൽ ഒരുപാട് അങ്ങോട്ട് മുളക് പൊടി ചേർക്കില്ല, പച്ചമുളകിൻ്റെ എരിവാണ് മെയിനായിട്ടുണ്ടാവുക. മുളക് പൊടി ചേർക്കും, ചെറിയൊരളവിലേ ചേർക്കുള്ളൂ. അപ്പോൾ ഞാൻ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ചെറിയ അളവിൽ കറി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ എല്ലാം കുറച്ച് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സവോള ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു 4-5 ഉള്ളിയും കൂടി ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. അപ്പോൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ 1 സവോള എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 സവോള എടുത്തോളൂ കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. 1/4 ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാട് വേണ്ട, ഒരുപാട് എരിവുള്ള കറിയല്ലല്ലോ. പിന്നെ നമ്മുടെ തക്കാളിക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്.
തക്കാളി ഒഴിച്ചെറി ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതൽ ചേർക്കാം. തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനി ഇതിലേക്കും കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിക്കുക. ഒരുപാട് വെള്ളം ചേർക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്, കുറേ ലൂസായിട്ടുള്ള കറിയല്ല. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള കറി മതിയെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു കറി ചെയ്യുന്നത്. അപ്പോൾ തക്കാളിയുടെയും സവാളയുടെയും ഒക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരളവ് മതി. ഇനി ഇത് രണ്ടും കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തക്കാളി കഷ്ണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സവാളയൊക്കെ കുക്കായി വരട്ടെ, ബീട്രൂട്ടും കുക്കായി വരട്ടെ. ഇതിൻ്റെ അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ അരപ്പിലേക്കായിട്ട് ഞാൻ ഇതുപോലെ ഒരു 1.5 പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. 1.5 പിടി എന്ന് പറയുമ്പോൾ ഒരു 4.5 ടേബിൾ സ്പൂൺ അത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു അളവിലേ കറി ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു വെളുത്തുള്ളി നിർബന്ധമാണ് കേട്ടോ. ഈ ഒരു കറിയിൽ ഒരു വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും തേങ്ങയ്ക്കാണ് ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി ചേർക്കുന്നത്. 2 ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ തക്കാളിയിൽ ഉള്ളി ചേർത്തിട്ടുണ്ട്, ഇനി അരയ്ക്കാനും ഉള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് 1/4 ടീസ്പൂൺ മതി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളത്തിൽ അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ഗ്രേവി കൂടി പോകും. അപ്പോൾ ഈ ഒരു കറിയിലാണെങ്കിലും ഞാനിപ്പോൾ ഫിഷ് ഫ്രൈ ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മുട്ട പൊരിക്കാം, പപ്പടം വറുത്തെടുക്കാം, പപ്പടം മുളകിട്ട് വറുത്തെടുക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാം കേട്ടോ. മുട്ട ചിക്കി പൊരിച്ചെടുക്കാം, മുട്ട ഓംലെറ്റ് ആക്കിയും ചിക്കി പൊരിച്ചു കൊടുക്കാം. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ അരപ്പ് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. തക്കാളിക്കറി ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ തക്കാളി വേഗം വേവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയും ഒക്കെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്ത സമയത്ത് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തക്കാളിക്കറി ഉണ്ടാക്കിക്കോളൂ, വേഗം തന്നെ നമ്മുടെ ജോലി കഴിയും. അപ്പോൾ ഞാനിപ്പോൾ തക്കാളിക്കറിയിലേക്ക് അരപ്പ് ചേർക്കാൻ പോവാണ്. അത്യാവശ്യം കുറച്ച് ഗ്രേവി ഉണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പ് ചേർക്കുമ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല, ചെറിയൊരളവിൽ മാത്രം മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ചേർക്കുന്നുള്ളൂ. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ കുക്കായി കഴിയുകയും ചെയ്തു. ഇനി ഇനി നമ്മുടെ തേങ്ങ ഒന്ന് ചൂടായി വരണം. ഇത് കണ്ടോ, നല്ല കുറുകിയ കറിയാണ്, ഒട്ടും ലൂസായിട്ടുള്ള ഗ്രേവി അല്ല. അപ്പോൾ ഇനി ഈ അരപ്പിൽ ആ ഒരു വെളുത്തുള്ളിയുടെ റോ ടേസ്റ്റും ഉള്ളിയുടെ റോ ടേസ്റ്റും ജീരകത്തിൻ്റെ റോ ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി, ഇതിലുള്ളി തന്നെ ചേർക്കണം. കുറച്ചുള്ളി, ഒരു 4-5 ഉള്ളി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കുക നമുക്ക് വറവിടാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുപുരട്ടി ആക്കുന്നത് നിങ്ങൾ സവോള ഉപയോഗിച്ചാണെങ്കിൽ സവോള കട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഉള്ളി ഉപയോഗിച്ചാണെങ്കിൽ ഉള്ളി കട്ട് ചെയ്ത് വെക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ളി ഉപയോഗിച്ചാണ് ബീട്രൂട്ട് മെഴുക്കുപുരട്ടി ആക്കുന്നത്. അപ്പോൾ എല്ലാം ഒറ്റ പാനിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഈ ഒരു വറവിടുന്ന പാനിൽ തന്നെ മെഴുക്കുപുരട്ടിയും കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പാൻ തന്നെ കഴുകിയാൽ മതി എല്ലാ കാര്യങ്ങളും കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ കറിയുടെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പുളി ചെക്ക് ചെയ്യുക. തക്കാളിയുടെ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ശർക്കര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. രണ്ടിൽ ഏത് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അത് തക്കാളിയുടെ പുളി കൂടുതലാണെങ്കിൽ മാത്രം, പുളി കുറവാണെങ്കിൽ ശർക്കരയും പഞ്ചസാരയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി തക്കാളിയൊക്കെ ഇതുപോലെ ഉടഞ്ഞു വന്നാലും കുഴപ്പമില്ല. ഈ കറിക്ക് തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഞാനൊന്ന് കറി മാറ്റി വയ്ക്കട്ടെ, നമുക്ക് വറവിടാനുള്ള പാൻ വയ്ക്കാം ഇനി. അതുപോലെ തന്നെ നമ്മുടെ മെഴുക്കുപുരട്ടിയും ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വറവിടാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. കുഴിവുള്ള പാനാണെങ്കിൽ വേഗം തന്നെ കടുക് പൊട്ടിക്കിട്ടും. അപ്പോൾ ഇത് പരന്ന പാനായതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഉള്ളി, വറ്റൽമുളക്, അതുപോലെ തന്നെ കടുക് എല്ലാം അടുപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു 4-5 ഉലുവ എടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അത് കണ്ടോ, 4-5 ഉലുവ എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉലുവയും കൂടി പൊട്ടി വരട്ടെ. ഈ ഒരു തക്കാളിക്കറിക്ക് ഉലുവയും കൂടി ചേർത്ത് വറവിടുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഉലുവ എടുത്ത് കാണിച്ചത്.
ഇനി നമ്മുടെ ഉലുവയും കടുകും ഒക്കെ പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ഇതിൽ ഉള്ളി വറവിട്ടാലാണ് ടേസ്റ്റ്. ചില കറികളിൽ നമ്മൾ ഉള്ളി വറവിടാറില്ല, പക്ഷേ ഈ ഒരു കറിയിലൊക്കെ ഉള്ളിയും കൂടി ചേർത്ത് വറവിടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തക്കാളി കറിയിലേക്ക് ഒരു 8-10 ചെമ്മീനും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ചെമ്മീനില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഉണക്കച്ചെമ്മീൻ വറുത്ത് പൊടിച്ച് ചേർക്കുകയാണെങ്കിലും ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ രാവിലെ സമയത്ത് ഉണക്കച്ചെമ്മീൻ വറുത്ത് പൊടിച്ച് ചേർക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ അല്ല, അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാതിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കുക്കായിട്ടുണ്ട്, വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കുക്കായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആദ്യം വറവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആ വറവിൻ്റെ ടേസ്റ്റും ഒക്കെ നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വരട്ടെ. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതേ പാൻ തന്നെ വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നത് ആ പാനിലാണെന്ന്. അപ്പോൾ ഈ പാൻ വെച്ചിട്ട് നമുക്ക് മെഴുക്കുരുട്ടിക്കായിട്ടുള്ള വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. നമുക്കിതിലേക്ക് വീണ്ടും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ ഈ കടുക് പൊട്ടുന്ന സമയമൊക്കെ നമുക്ക് വേസ്റ്റാക്കി കളയണ്ട. നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിൽ ഈ സമയത്ത് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം കേട്ടോ. 1-2 പാത്രങ്ങളാണെങ്കിലും അതൊന്ന് കഴുകി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയം സേവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ജോലി കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിരിക്കുന്നുണ്ട്. നിങ്ങൾ സവോളയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു സവോളയുടെ പകുതി, അല്ലെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി വേഗം കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും ഉള്ളി ചേർത്തിട്ട് മെഴുക്കുരുട്ടി ഉണ്ടാക്കാനായിട്ട്. ചതച്ച ഉള്ളിയാണെങ്കിൽ കുഴപ്പമില്ല, ഉള്ളി മുറിച്ചതാണെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മെഴുക്കുരുട്ടി ആക്കിയെടുക്കുക. ഉള്ളി ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ബീട്രൂട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ബീട്രൂട്ടിന് ഉപ്പ് കുറവാണോ, ബീട്രൂട്ടിന് ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത്. ബീട്രൂട്ടിന് ഉപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഉപ്പ് ചേർക്കണ്ട. ബീട്രൂട്ടിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവുള്ള മുളക് പൊടി അല്ലെങ്കിൽ വറ്റൽമുളക് ചതച്ചത് നമ്മുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എങ്കിലും 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ മുളക് പൊടിയുടെ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളക് ചേർത്തുകൊണ്ട് തന്നെ മുളക് പൊടി ഒരുപാടായി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അത്യാവശ്യം ഈ ഒരു മെഴുക്കുരുട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ വേണം, അപ്പോഴേ നമ്മുടെ മെഴുക്കുരുട്ടി ടേസ്റ്റി ആവുള്ളൂ. ഇതൊക്കെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിൽ ചെറിയൊരളവിൽ വെള്ളം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ടിൽ ചെറിയൊരളവിൽ വെള്ളം ഉണ്ടെങ്കിലാണ് നമ്മുടെ മെഴുക്കുരുട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ബീട്രൂട്ടിലേക്ക് നന്നായിട്ട് ഈ മസാലകൾ, നമ്മുടെ മുളകും നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് പിടിച്ചു വരാം. മുളക് പൊടിയുടെ ആ ഒരു എരിവൊക്കെ നന്നായിട്ട് ബീട്രൂട്ടിലേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരളവിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം വറ്റി ബീട്രൂട്ടിലേക്ക് പിടിക്കുമ്പോൾ നന്നായിട്ട് എരിവും കൂടി പിടിച്ചോളും. അപ്പോൾ ചെറിയൊരളവിൽ ക്യാരറ്റ് മെഴുക്കുരുട്ടിയും ബീട്രൂട്ട് മെഴുക്കുരുട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരളവിൽ വെള്ളം വെച്ചിട്ട് വേണം നിങ്ങൾ മെഴുക്കുരുട്ടി ആക്കി എടുക്കാനായിട്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഇത് ഡ്രൈ ആവുന്ന സമയത്ത് എനിക്ക് 2-3 പാത്രങ്ങൾ കഴുകാനുണ്ട്. ആ പാത്രങ്ങളും കഴുകിയിട്ട് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇതാ ഡ്രൈ ആയി വന്നു. ഇനി നമുക്ക് ബീട്രൂട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത പാൻ വയ്ക്കാം. ഈ പാനിലാണ് ഞാൻ മീൻ വറുക്കാൻ പോകുന്നത്. കുറച്ച് മീനല്ലേ ഉള്ളൂ, അപ്പോൾ ചെറിയ പാനിൽ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ പാനിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീനിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഇവിടെ ഫ്രൈ ആയി വരട്ടെ. ഈ സമയത്ത് ഞാൻ ഇപ്പുറത്ത്
അടുത്ത ബർണറിൽ പുട്ടും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ എൻ്റെ കുക്കിംഗ് ജോലികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു. ഇനി പുട്ടും കൂടി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് കുക്കിംഗ് ഐഡിയകളൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികളെ ഉദ്ദേശിച്ചും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള റെസിപ്പികൾ പ്ലാൻ ചെയ്യുന്നതും അതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഐഡിയകളൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പികളൊക്കെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടി ഫൈനലായിട്ട് കാണാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി ഫിഷ് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ.